കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 23 ഓഗസ്റ്റ് 2023 നടന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് മെയിൻസ് പരീക്ഷയുടെ മാത്സ് ചോദ്യങ്ങളാണ്. സോ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യനായിട്ട് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങാം. 71ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് 7 ടൈംസ് ദ 7th ടേം ഓഫ് എൻ AP ഈസ് ഈക്വൽ ടു 11 ടൈംസ് ഇറ്റ്സ് 11th ടേം ദെൻ ഇറ്റ്സ് 18th ടേം വിൽ ബി. അതായത് 7th ടേമും 11th ടേമും തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. ചോദിച്ചിരിക്കുന്നത് 18ാമത്തെ ടേം എത്രയാണെന്നാണ്. നമുക്കറിയാം ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ nth ടേമിനുള്ള ഇക്വേഷൻ an ഈസ് ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ആണ്. അങ്ങനെയാണെങ്കിൽ 7th ടേം എന്ന് പറയുന്നത് a പ്ലസ് 6d ആണ്. അപ്പോൾ 11th ടേമോ a പ്ലസ് 10d എന്ന് വരും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 18th ടേമാണ്, അതായത് a പ്ലസ് 17d കണ്ടുപിടിക്കണം. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 7 ടൈംസ് ഓഫ് ദ 7th ടേം ഈസ് ഈക്വൽ ടു 11 ടൈംസ് ഓഫ് ദ 11th ടേം. സോ 7 ടൈംസ് a പ്ലസ് 6d ഈസ് ഈക്വൽ ടു 11 ടൈംസ് a പ്ലസ് 10d. ഇതൊന്ന് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും 4a പ്ലസ് 68d ഈസ് ഈക്വൽ ടു 0. 4 കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 4 ഇൻറ്റു a പ്ലസ് 17d ഈസ് ഈക്വൽ ടു 0. 4 എന്തായാലും നമുക്ക് 0 ആവാൻ പറ്റില്ല. സോ a പ്ലസ് 7d ഷുഡ് ബി ഈക്വൽ ടു 0. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? 18th ടേം a പ്ലസ് 17d അല്ലേ? കിട്ടിയിരിക്കുന്നത് എന്താണ്? a പ്ലസ് 17d തന്നെയല്ലേ? ഈക്വൽ ടു 0. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി 0. 72ാമത്തെ ചോദ്യം, ഇഫ് വി ചൂസ് 4 numbers then the average of the first 3 will be 16 and that of the last 3 is 15. If the last number is 18 then the first number will be. നമുക്ക് നമ്പേഴ്സ് a b c d എന്നിങ്ങനെ എടുക്കാം. സോ ആവറേജ് ഓഫ് ദ ഫസ്റ്റ് 3 നമ്പേഴ്സ് എന്ന് പറയുന്നത് a പ്ലസ് ബി പ്ലസ് സി ഡിവൈഡ് ബൈ 3 വിച്ച് ഈസ് ഈക്വൽ ടു 16. ഈ ഇക്വേഷനിൽ നിന്നും a പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 16 ഇൻറ്റു 3. ആ 3 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്താണ് കിട്ടുക. 16 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 48. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ആവറേജ് ഓഫ് ദ ലാസ്റ്റ് 3 നമ്പേഴ്സ്, അതായത് ബി പ്ലസ് സി പ്ലസ് ഡി ഡിവൈഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 15. ഇതിൽ നിന്നും ബി പ്ലസ് സി പ്ലസ് ഡി ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 15 വിച്ച് ഈസ് ഈക്വൽ ടു 45. ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നു. അടുത്തത് ക്വസ്റ്റ്യനിലേക്ക് പോകും. അടുത്തത് നോക്കാം. ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ ലാസ്റ്റ് നമ്പർ ഇസ് 18 എന്ന് തന്നിട്ടുണ്ട്. അതായത് ഡി നമുക്ക് 18 ആണെന്നറിയാം. സോ ബി പ്ലസ് സി പ്ലസ് ഡി നമുക്കറിയാം 45 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ബി പ്ലസ് സി എത്രയായിരിക്കും? 45ന്ന് ഡിയുടെ വാല്യൂ ആയ 18 കുറച്ചാൽ മതി. സോ വിച്ച് ഈസ് ഈക്വൽ ടു 27. ബി പ്ലസ് സി നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ ഉണ്ടായിരുന്നു എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 48. അപ്പോൾ എ എത്രയായിരിക്കും? എ ഈസ് ഈക്വൽ ടു 48 മൈനസ് ബി പ്ലസ് സി അല്ലേ? ബി പ്ലസ് സി നമുക്ക് തൊട്ട് മുന്നേ കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 27. അപ്പോൾ 48 മൈനസ് 27 വിച്ച് ഈസ് ഈക്വൽ ടു 21. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. 73ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓഫ് റുപ്പീസ് 12,600 ഫോർ 2 years അറ്റ് 10% പെർ ആനം കോമ്പൗണ്ടഡ് ആനുവലി. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കോമ്പൗണ്ടഡ് ആനുവലി ആണ് ഇൻട്രസ്റ്റ് റേറ്റ്. സോ നമുക്ക് ഇക്വേഷൻ അറിയാം. ടോട്ടൽ എമൗണ്ട് ഇൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വിച്ച് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഓൾ റേസ് ടു എൻ. പി എന്നത് പ്രിൻസിപ്പൽ എമൗണ്ടും ആർ എന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സും ആണ്. എ എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് ആണ്, ഇൻക്ലൂഡിങ് പ്രിൻസിപ്പൽ എമൗണ്ട്. ഒരു വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര എമൗണ്ട് ഉണ്ട് എന്നാണ് എ കാണിക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് കിട്ടണമെങ്കിൽ എയിൽ നിന്ന് പ്രിൻസിപ്പൽ എമൗണ്ട് ആയ പി മൈനസ് ചെയ്യണം. സോ നമുക്ക് ആദ്യം എ കണ്ടുപിടിക്കാം. ഇവിടെ എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. സോ പ്രിൻസിപ്പൽ എമൗണ്ട് അറിയാം 12,600 ആണ്, എൻ അറിയാം 2 ആണ്, ആർ അറിയാം 10% ആണ്. സോ എ ഈക്വൽ ടു 12,600 ഇൻറ്റു 1 പ്ലസ് 10/100 ഹോൾ സ്ക്വയർ. ഇത് നമ്മൾ ഒന്ന് ചുരുക്കി കഴിഞ്ഞാൽ 15,246 എന്ന് കിട്ടും. ഈ 15,246 എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് ആണ്. നമുക്ക് വേണ്ടത് ചോദിച്ചിരിക്കുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് മാത്രമാണ്. സോ ഈ 15,246ൽ നിന്നും നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ആയ 12,600 മൈനസ് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും 2,646. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. 74ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് 90 സെൻറ്റിമീറ്റർ ടു 1.5 മീറ്റർ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് തന്നിരിക്കുന്ന രണ്ടും ഡിഫറൻറ്റ് യൂണിറ്റിലാണ്. അപ്പോൾ ഒന്നുകിൽ മീറ്ററിന് സെൻറ്റിമീറ്ററിലേക്കോ അല്ലെങ്കിൽ 90 സെൻറ്റിമീറ്ററിന് മീറ്ററിലേക്കോ മാറ്റിയിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. സോ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് 90 സെൻറ്റിമീറ്റർ അതുപോലെ തന്നെ വെച്ചു, 1.5 മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കി. നമുക്കറിയാം 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ. സോ 1 മീറ്റർ ഈസ് ഈക്വൽ ടു 1.5 ഇൻറ്റു 100 വിച്ച് ഈസ് ഈക്വൽ ടു 150 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് റേഷ്യോ കാണാം. 90:150.
150. ഒരു 0 കട്ട് ചെയ്തുന്നു, 9:15 ആവുന്നു. 3 കോമൺ ആണ്, സോ 3:5. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, 3:5. 75ാമത്തെ ചോദ്യം. സീത ഈസ് ഡ്രൈവിംഗ് എ കാർ വിത്ത് എ സ്പീഡ് ഓഫ് 60 km/h ഫോർ 1.5 hour. ഹൗ മച്ച് ഡിസ്റ്റൻസ് ഡസ് ഷീ ട്രാവൽ? ജസ്റ്റ് മൈൻഡ് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. സീതയുടെ സ്പീഡ് 60 km ആണ് ഒരു മണിക്കൂറിൽ. 60 km, 1.5 മണിക്കൂർ വണ്ടി ഓടിച്ചു. അപ്പോൾ 1 മണിക്കൂറിൽ ഓൾറെഡി 60 km സഞ്ചരിച്ചു, പ്ലസ് അരമണിക്കൂറിൽ എത്ര സഞ്ചരിച്ചു? അരമണിക്കൂറിൽ 60 km പകുതി, അതായത് 30 km സഞ്ചരിച്ചു. സോ 60 km പ്ലസ് 30 km വിച്ച് ഈസ് ഈക്വൽ ടു 90. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇക്വേഷൻ തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ചെയ്തത്. സോ ഇക്വേഷൻ എന്ന് വെച്ചാൽ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എത്രയാണ്? 60. സമയമോ? 1.5 hours. സോ സ്പീഡും സമയവും എല്ലാം സെയിം യൂണിറ്റിലാണ്. നോക്കിക്കേ, 60 km/h സമയം 1.5 hour ആണ്. അപ്പോൾ ആൻസർ നമുക്ക് കിലോമീറ്ററിൽ കിട്ടും. ഓക്കെ, സോ 60 × 1.5 വിച്ച് ഈസ് ഈക്വൽ ടു ദ സെയിം 90 km. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. 76ാമത്തെ ചോദ്യം. വാട്ട് വുഡ് കം അറ്റ് ദ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ നമ്പർ സീരീസ്? 17, 16, 14, 12, 11, 8, 8. സോ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ ഒരൊറ്റ സീരീസ് എന്ന് പറഞ്ഞാൽ 2 സീരീസിൻ്റെ മിക്സ് ആണ്. ഫസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ 17, 14, 11, 8ഉം, രണ്ടാമത്തെ സീരീസ് 16, 12, 8. അടുത്ത നമ്പറാണ് നമ്മളോട് ചോദിക്കുന്നത് അല്ലേ? അതായത് 17, 16, 14, 12, 11, 8, 8. ഇത് കഴിഞ്ഞ് അടുത്ത നമ്പർ എത്ര? അടുത്ത നമ്പർ വരുന്നത് ആ റെഡ് കളറിൽ കാണിച്ച ഡിജിറ്റ്സിൻ്റെ സീരീസിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. സോ 16, 12, 8. അത് കഴിഞ്ഞ് എന്ത് വരും? 16 നിന്ന് 4 കുറച്ചാൽ 12 കിട്ടി, 12 നിന്ന് 4 കുറച്ചാൽ 8 കിട്ടി. അപ്പോൾ അടുത്ത നമ്പർ എത്രയായിരിക്കും? 8 നിന്ന് 4 കുറക്കുക. എത്രയാണ് ആൻസർ? ആൻസർ ഈസ് ഓപ്ഷൻ സി, 4. അടുത്ത ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 78ാമത്തെ ചോദ്യം. ഇറ്റ് വാസ് ട്യൂസ്ഡേ ഓൺ February 8, 2005. വാട്ട് വാസ് ദ ഡേ ഓഫ് ദ വീക്ക് ഓൺ February 8, 2004? സോ നമ്മൾ ചോദിച്ചിരിക്കുന്നത് February 8, 2004 ഏത് ദിവസമാണ് February 8 വരുന്നത് എന്നുള്ളതാണ്. നമുക്ക് തന്നിരിക്കുന്നത് February 8, 2005 ട്യൂസ്ഡേ ആണ്. സോ പിറകോട്ടേക്ക്, ഒരു വർഷം പിറകോട്ടേക്കാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു ഇയർ ലീപ്പ് ഇയർ അല്ലെങ്കിൽ ആ ഇയർ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരേ ദിവസമായിരിക്കും. അതായത് ജനുവരി 1 തിങ്കളാഴ്ചയാണെങ്കിൽ ആ ഒരു വർഷം ലീപ്പ് ഇയർ അല്ല എന്നുണ്ടെങ്കിൽ 365 ദിവസമാണ് ഉള്ളതെങ്കിൽ ആ വർഷം അവസാനിക്കുന്നതും ഒരു സൺഡേ ആയിരിക്കും. അതായത് അതിൻ്റെ അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത് 1-ാം തീയതി എപ്പോഴായിരിക്കും? മൺഡേ ആയിരിക്കും. അതായത് ഈ വർഷം ലീപ്പ് ഇയർ അല്ലാത്തൊരു വർഷം ജനുവരി 1 സൺഡേ ആണെങ്കിൽ ഡിസംബർ 31 അതേ വർഷവും സൺഡേ ആയിരിക്കും. പക്ഷേ തൊട്ടടുത്ത വർഷം 1-ാം തീയതി ജനുവരി 1 വരുന്നത് തിങ്കളാഴ്ച ആയിരിക്കും. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി, ഈ വർഷം ജനുവരി 1 സൺഡേ ആണെങ്കിൽ അടുത്ത വർഷം ജനുവരി 1 മൺഡേ ആയിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നമുക്കൊരു വർഷത്തിൽ 365 ദിവസമുണ്ട് ലീപ്പ് ഇയർ അല്ലാത്ത വർഷങ്ങളിൽ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആഴ്ചകൾ 7 ദിവസങ്ങളിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ 7 ദിവസം കഴിഞ്ഞ് തിങ്കളാഴ്ച ആയിരിക്കും. സോ അതുകൊണ്ട് നമ്മൾ 365നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരും. ഈ റിമൈൻഡർ 1 കാരണമാണ് നമ്മളുടെ ഒരു ദിവസം അങ്ങോട്ടേക്ക് പോകുന്നത്. അതായത് ഈ വർഷം 1-ാം തീയതി ഞായറാഴ്ച ആണെങ്കിൽ അടുത്ത വർഷം ജനുവരി 1-ാം തീയതി തിങ്കളാഴ്ച ആയിരിക്കും. അതുപോലെ ചോദിച്ചിരിക്കുന്നതാണ് ഈ 2005 February 8 ചൊവ്വാഴ്ചയാണ്. അപ്പോൾ 2004 February 8 എപ്പോഴാണെന്നാണ് ചോദ്യം. ഒരു നോർമൽ ഇയർ ആയിരുന്നെങ്കിൽ ഒരു ദിവസം പിറകോട്ടേക്ക് എടുത്താൽ മതി. പക്ഷേ 2004 ഒരു ലീപ്പ് ഇയർ ആയതുകൊണ്ട്, അതായത് 366 ദിവസം വരുന്നത് കൊണ്ട് നമുക്ക് 2 ദിവസം പിറകോട്ട് എടുക്കണം. സോ 2 ദിവസം പിറകോട്ട് എടുക്കുമ്പോൾ ട്യൂസ്ഡേയിൽ നിന്നും 2 ദിവസം പിറകോട്ട്, അതായത് സൺഡേ, അതായത് ട്യൂസ്ഡേ, മൺഡേ, സൺഡേ. സോ സൺഡേ. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. 79th question. If southeast becomes north, northeast becomes west and so on, what will west become? ഇതൊരു ഡയറക്ഷൻ വൈസ് ക്വസ്റ്റ്യൻ ആണ്. ഈസിയാണ്. നമുക്ക് അറിയാം നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ഈ ഡയറക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അതിൻ്റെ ഇടയിലുള്ള ഡയറക്ഷൻ കൂടി ഞാൻ അടയാളപ്പെടുത്തുകയാണ്. നോർത്തിനും വെസ്റ്റിനും ഇടയിൽ നോർത്ത് വെസ്റ്റ്, നോർത്തിനും ഈസ്റ്റിനും ഇടയിൽ നോർത്ത് ഈസ്റ്റ്,
ഈസ്റ്റിനും സൗത്തിനും ഇടയിൽ സൗത്ത് ഈസ്റ്റ്, വെസ്റ്റിനും സൗത്തിനും ഇടയിൽ സൗത്ത് വെസ്റ്റ്. നമുക്ക് തന്നിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ സൗത്ത് ഈസ്റ്റ് ആണ് നോർത്തായിട്ട് മാറുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ താഴെയുള്ള ക്വാഡ്രൻ്റ് ആണ് നോർത്തായിട്ട് മാറുന്നത് അല്ലേ? ഓക്കെ, സ്വാഭാവികമായിട്ടും അടുത്ത എന്താ പറയുന്നത്, നോർത്ത് ഈസ്റ്റ് ബിക്കംസ് വെസ്റ്റ്. നോർത്ത് ഈസ്റ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, അതായത് റൈറ്റ് സൈഡിലുള്ള മുകളിലുള്ള ക്വാഡ്രൻ്റ് ആണ് വെസ്റ്റ് ആയിട്ട് മാറുന്നത്. നമുക്കറിയാം നോർത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, സൗത്ത് ആണ്. വെസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിലോ ഈസ്റ്റ് ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, വാട്ട് വിൽ വെസ്റ്റ് ബിക്കം, അതായത് വെസ്റ്റ് എന്തായിട്ട് മാറുമെന്നാണ്. വെസ്റ്റ് നോക്കിക്കേ, ആ പച്ച ആരോ മാർക്ക് ഉള്ളതല്ലേ വെസ്റ്റ്. ഇപ്പോൾ ആ പച്ച മാർക്ക് ഏതൊക്കെ ഡയറക്ഷൻ്റെ ഇടയിലുള്ളത്, സൗത്തിൻ്റെയും ഈസ്റ്റിൻ്റെയും ഇടയിലല്ലേ? അപ്പോൾ സൗത്തിൻ്റെയും ഈസ്റ്റിൻ്റെയും ഇടയിലുള്ള ഡയറക്ഷൻ ഏതാണ്, സൗത്ത് ഈസ്റ്റ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, സൗത്ത് ഈസ്റ്റ്. അടുത്ത ചോദ്യം, ഇൻ എ സെർട്ടൻ കോഡ് ലാംഗ്വേജ് ഡെസ്റ്റിനി ഈസ് റിട്ടൺ ആസ് WVHGRMB. ഹൗ ഈസ് മാത്ത് റിട്ടൺ ഇൻ ദാറ്റ് കോഡ്? സോ ജസ്റ്റ് നോക്കിയപ്പോൾ തന്നെ നമുക്ക് കിട്ടും ABCDEFGHIJKLM, എം കഴിഞ്ഞ് ഞാൻ അത് റിവേഴ്സിലാണ് പിന്നീട് അത് എഴുതുന്നത്. അതായത് NOP, അത് റൈറ്റ് സൈഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. NOPQRSTUVWXYZ. സോ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും ഡിക്ക് പെയറായിരിക്കുന്ന നമ്പർ ഏതാ മുകളിൽ, W, ഇക്ക് V, എസിന് H, ടിക്ക് G, ഐക്ക് R, എന്നിന് M, വൈക്ക് B, ബോയ്. ബി അല്ലേ? ബി മീൻസ് ഞാനത് പറയാൻ വേണ്ടിയാണ് ബി ആണ് വൈക്ക് അസൈൻ ചെയ്തിരിക്കുന്നത്. സോ നോക്കി, അതൊക്കെ ഒരു പെയർ അല്ലേ? ഈ മൊത്തം നമുക്ക് 26 ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ 13 മുകളിലും 13 താഴെ ഞാൻ റിവേഴ്സിൽ എഴുതിയപ്പോൾ തന്നെ അത് പെയറായി മാറുന്നത് നമുക്ക് കാണാൻ പറ്റി. അതായത് ഡിക്ക് W ആണ് പെയറായിട്ട് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് MATH, അപ്പോൾ എമ്മിന് ഏതാണ് നമുക്ക് നോക്കുമ്പോൾ തന്നെ ചിത്രത്തിൽ വരുന്നത് പെയറായിട്ട് N അല്ലേ? എക്കാണെങ്കിലോ Z, ടിക്കാണെങ്കിൽ G, എച്ചിനാണെങ്കിൽ S. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ് വരിക. സോ ദാറ്റ്സ് ഓൾ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.